ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന യുവാവ് ബസിനുള്ളിലെ ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് ജീവനൊടുക്കിയ സംഭവം കേരളക്കരയെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള വിചാരണയും വ്യക്തിഹത്യയും ഒരാളുടെ ജീവനെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിന്റെ ഭീകരമായ തെളിവാണ് ഈ ദാരുണമായ അന്ത്യം. സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെയും യുവാവിനെ മാനസികമായി തളർത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നിയമ നടപടി വേണമെന്ന ആവശ്യവുമായി ദീപകിന്റെ പിതാവ് ചോയിയും കുടുംബാംഗങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമം കയ്യിലെടുക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഇനി മറ്റൊരു കുടുംബത്തിനും ഇത്തരമൊരു ഗതി വരുത്തരുത് എന്ന കണ്ണീരോടെ ദീപകിന്റെ പിതാവ് പറയുന്നു. തന്റെ മകന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും യുവതിക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മരണത്തിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ ദീപക് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലുണ്ടായിരുന്നുവെന്നും കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നു. ദീപകിന്റെ മുഖത്ത് പ്രകടമായ വിഷമം കണ്ട് പിതാവ് കാരണം തിരക്കിയെങ്കിലും താൻ അപമാനിക്കപ്പെട്ട വിവരം വീട്ടുകാരെ അറിയിക്കാൻ തയ്യാറായിരുന്നില്ല. പൊതുസമൂഹത്തിന് മുന്നിലുണ്ടായ അപമാനഭാരം താങ്ങാനാവാതെയാണ് അവൻ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതിനിടെ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനവും വലിയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. ദീപകിനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലാണ് മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ സംസാരിച്ചതെന്ന് ബന്ധുവായ സനീഷ് ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്.